ജാസ്മിനൊരു കാര്യം മനസ്സിലാക്കുക, അവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഈ നാട്ടിലുള്ള ബിഗ് ബോസ് കാണുന്ന എല്ലാ ആളുകൾക്കും ജാസ്മിൻ എന്ന് പറയുന്നതോ ജാസ്മിനെ കാണുന്നതോ ജാസ്മിൻ ചെയ്യുന്നതോ ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫോർട്ട് തന്നെയാണ് എല്ലാ ആളുകൾക്കും. ജാസ്മിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയതുകൊണ്ടാണ് ജാസ്മിനെ ആരും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് എല്ലാ ആളുകളും പോയത്. എനിക്ക് പേഴ്സണലി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഗെയിമർ ആയിട്ട് ഞാൻ ജാസ്മിനെ കാണുന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമർ എനിക്കിഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയ കാരണങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കാണിച്ച് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ആണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ജാസ്മിന് ഹേറ്റേഴ്സ് ആക്കിയിട്ട് മാറ്റിയത്. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 32 എനിക്ക് തോന്നുന്നത് സോങ്ങില്ലാണ്ട് തുടങ്ങിയ ആദ്യത്തെ എപ്പിസോഡാണ് ഈ 32ാമത്തെ എപ്പിസോഡ് എന്ന് തോന്നുന്നു കേട്ടോ. കാരണം അതിന് പോലും സമയമില്ല, അതിന് മുന്നേ തുടങ്ങി നടി. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഇവർ 2 ദിവസം മുന്നേ പുതിയ പവർ ടീം വന്നേരം തീരുമാനിച്ചിരുന്നല്ലോ ഈ സോങ് കഴിഞ്ഞ പാടെ നമുക്ക് ഫസ്റ്റ് തന്നെ കുറേ എക്സസൈസ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ആ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ പറഞ്ഞ് ഞാൻ അപ്സര പറയുന്നത് പോലെ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, കാരണം അതുകൊണ്ട് തന്നെ പിന്നെ ഈ പരിപാടിക്ക് ഞാനില്ല എന്നുകൊണ്ട് അപ്സര മാറിയിരുന്നു. അപ്പോൾ അപ്സരേനെ വിളിക്കാൻ പോകുന്നു, അപ്സരേൻ്റെ ബാഗിൽ തന്നെ നടക്കുന്നു. അതിന് അപ്സരക്ക് കൂട്ടായിട്ട് പിന്നെ നമ്മുടെ ഋഷി പറയുന്നു പെട്ടെന്ന് നോക്ക് പരിപാടി, കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് ഈ സോങ്ങൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ബാത്റൂമിലും കാര്യങ്ങളൊക്കെ പോകാനുള്ളതാണ്, നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഒരാളെയും കാത്തു നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പരിപാടി ആകുന്നുണ്ട് ഋഷി വേറൊരു ഭാഗത്തുനിന്ന് പ്രശ്നമാക്കുന്നു. അപ്പോൾ അങ്ങനെ ആ പരിപാടി അങ്ങ് പിരിച്ചു വിട്ടിട്ട് പിന്നെ വരുന്നത് നമ്മുടെ പവർ ടീമിൻ്റെ വെറുപ്പിക്കുന്ന മീറ്റിംഗ്. ഈ പുതിയ പവർ ടീം വന്നതിന് ശേഷം മീറ്റിങ്ങിനെ കൊണ്ടുള്ള കളിയാണ്. പവർ ടീം മീറ്റിംഗ് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിങ്ങിൽ പിന്നെ അർജുൻ പറയുന്നത് പിന്നെ ഇത് ശരിയാവില്ല, ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണം. പിന്നെ അൻസിബ അപ്സരയും ഭയങ്കര പ്രശ്നമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിൽ മാറിപ്പോകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പണി കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ എന്നാലും അപ്സര പറയുന്നത് നമുക്ക് അവളോട് പോയിട്ട് പറയണം, ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് അൻസിബേൻ്റെ അടുക്ക പറയാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ അൻസിബനോട് ഇങ്ങനെ ഇത് പിന്നെ വരാണ്ടത് ശരിയല്ല, എല്ലാവരും വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പോകുന്നേരം അൻസിബ പറയുന്നത് അപ്സര വിളിക്കുന്ന അല്ലെങ്കിൽ അപ്സര പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് തലേ ദിവസം അപ്സര ഒരു കാര്യം പറഞ്ഞു കൈമുട്ടിയിട്ട് പിന്നെ ക്യാപ്റ്റനോട് പറഞ്ഞു, ക്യാപ്റ്റൻ എല്ലാവരെ കൊണ്ടും പണിയെടുപ്പിക്ക് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അൻസിബക്ക് മാത്രമല്ല, ഞാനെന്നേരം മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാ ആരും ഒന്ന് പ്രതികരിക്കുന്ന കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടും ഒന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പ്രതികരിക്കാത്ത. പക്ഷേ പവർ ടീം തന്നെയാണ്. പവർ ടീമിന് എന്തും പറയാനുള്ള അവകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ആജ്ഞാപിക്കുന്നത് പോലെ പോയിട്ട് പണിയെടുക്ക് എന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ വേറെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ എല്ലാ ആളുകളും പോയിട്ടുള്ളത്. പണി അവർക്ക് കൊടുത്ത ടീമിന് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ആളും ചെയ്യേണ്ടിയിരിക്കുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ്. അതായത് ഒരു വീട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അതിലെല്ലാ പണികളും എടുക്കണം. അതിനേക്കാളെല്ലാം ഉപരി ഗെയിമാണ് മെയിൻ. അപ്പോൾ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരിങ്ങനെ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ ഇവരെ വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പോയിട്ട് പണിയെടുക്ക്, പോയിട്ട് പണിയെടുക്ക് എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പണി രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ പവർ ടീമാണെന്ന് വിചാരിച്ചിട്ട് ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിപരമായ കാര്യങ്ങൾ പോയി പണിയെടുക്കുക ഇതാക്കുന്നുണ്ട് അങ്ങനെ ഞെട്ടിക്കാനുള്ള അവകാശമൊന്നും ഒരു പവർ ടീമിനും ഇല്ല. അതൊന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരുന്നു, എന്താണ് ആരും ഒന്നും അനങ്ങാത്തെ, ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു അപ്സര ഇങ്ങനെ ഞെട്ടിക്കുന്നത് പോലെ ഒരു ആജ്ഞാപിക്കുന്നത് പോലെ പറഞ്ഞിട്ട് ആരും ഒന്നും പറയാത്ത എന്നുള്ള മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചിന്. ആ ടൈമിൽ ഞാൻ അൻസിബേന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബേനോട് എനിക്കിങ്ങനെ ഇതൊന്നും തോന്നില്ല, അൻസിബ മാത്രമല്ലേ അതിനെതിരെ പറഞ്ഞിട്ടുള്ളൂ എന്ന്. പിന്നെ വന്ന കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് അൻസിബ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തോന്നുകയും ചെയ്തിന്. അതിനിടയിൽ അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്ത് പിന്നെ ഈ പവർ ടീമൊക്കെ ഈ അൻസിബനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പുറം വന്നതിന് ശേഷം നമ്മുടെ DJ മച്ചാൻ സെബി പറഞ്ഞ് ഇത് ശരിയാവില്ല, എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള മറ്റ് പല ആളുകൾക്കും പിന്നെ എന്തിനാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. പണിഷ്മെൻറ്റ് എന്തായാലും കൊടുക്കണം, അല്ലെങ്കിൽ നാളെ ഞാനും വരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യം എന്താ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ പവർ ടീം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ റൂമിൽ പോകുന്നു. വീണ്ടും പവർ ടീം മീറ്റിംഗ്. അവർ അവസാനം ഒരു തീരുമാനത്തിലെത്തുന്നു. എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അപ്സര പറയും ആ റൂമിൽ രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ ഇരിക്കാൻ പറയാമെന്ന്, ബാലിശമായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ. പക്ഷേ അപ്സര
ചെറിയ രീതിയിലുള്ള പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിൽ ആയിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നത്. അന്നേരം നമ്മളെ ഗബ്രിക്കുട്ടം പറയും അത് ശരിയാവില്ല, അൻസിബ എന്താണോ ചെയ്യൂല എന്ന് പറഞ്ഞത് അത് അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കണം എന്ന് പറയുന്നത്, പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയാം. എന്നിട്ട് പണിഷ്മെൻറ്റ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ആളെ വിളിക്കേണ്ടതും റൂമിൽ പോയിട്ടൊക്കെ വിളിച്ചിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സെറ്റപ്പ് ആക്കേണ്ടതൊക്കെ അൻസിബയാണ് എന്നുള്ള ആ ഒരു ഇതിലെത്തുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മളെ റസ്മിൻ ബായ്. എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇഷ്ടമല്ലാത്ത 2 കാര്യമായ വ്യക്തികളിൽ ഒരാളാണ് റസ്മിൻ ബായ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ആജ്ഞാപിക്കുന്നത് പോലെയും അതുപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവരൊക്കെ ഒന്നുമല്ല എല്ലാവരും എൻ്റെ കാൽക്കീഴിലാണ് എന്നുള്ള രീതിയിൽ പെരുമാറുന്നതായിട്ട് തോന്നിയ ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ റസ്മിൻ ബായ് എന്ന് പറഞ്ഞാൽ. എല്ലാവരോടും ഒരു പുച്ഛത്തോട് കൂടിയിട്ടില്ല. അതായത് ഞാനാണ് വലിയ ആൾ, എന്നെ കൊണ്ടേ എല്ലാം സാധിക്കുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കാൽക്കീഴിലാണ് എന്നുള്ള രീതിയിൽ ആ ജിൻഡോനോട് പറഞ്ഞതും അതും അല്ലാതെ മറ്റുള്ളവരോടായി കഴിഞ്ഞാൽ ആരോടായി കഴിഞ്ഞാലും സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു മര്യാദയും കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കേട്ടോ. പുള്ളിക്കാരി പനി ഓവറായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ള കാര്യമെല്ലാം സംശയമാണെന്നാണ് തോന്നുന്നത്. നല്ല പനിയും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ദിവസം പോയതാണെങ്കിൽ നമ്മൾ സിജോനെ പോലെ ചിലപ്പം ഇനിയിപ്പം വീക്കെൻഡിൽ വന്നിട്ട് പനി കൂടുതലാണെന്നൊക്കെ പറയുമായിരിക്കും. എന്താണെങ്കിലും അതുവഴി അങ്ങ് പോട്ടെ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. തിരിച്ച് വന്നിട്ട് വെറുതെ മറ്റുള്ളവർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കി അടിയുണ്ടാക്കി. ഇപ്പം അത് മാത്രമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് പുള്ളിക്കാരി വലിയ ആക്റ്റീവും അല്ല, പനിയായതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും അങ്ങനെ. അതിനുശേഷം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എല്ലാവരെയും ഒരു 1 ഡേ ടൂറിന് ഞാൻ അയക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്യാം, ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യുക. എങ്ങനെ നിങ്ങളെ കൂടെ വരാൻ വേണ്ടിയിട്ട്. അത് ആരെയാണെന്നുള്ളത് പിന്നെ പറയുക, അത് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്നുള്ളതും പറയുക. ബിഗ് ബോസ് നല്ല രീതിയിലുള്ള ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ പല ആളുകളും വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്താക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാരണവും പറയും. അപ്പോൾ എന്ത് ചെയ്യും, അയാളുമായിട്ട് നല്ല ഒരാളെയാണ് സെലക്ട് ചെയ്തിട്ട് ഇയാളെ നല്ല കാര്യം കൊണ്ടാണ് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കൂടെ, അതായത് പറയുന്ന ആളെ കൂടെ അതുവരെ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നടന്നിട്ടുള്ള ആളെന്ത് ചെയ്യും, അപ്പോൾ എന്നെ കൂട്ടാൻ അവനാവില്ല, ഓന് മറ്റവനോടാ ഇത് എന്ന് പറയും. അതല്ലാതെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരുത്തനെ കൂട്ടിയിട്ട് ഓൻ്റെ എന്തെങ്കിലും നെഗറ്റീവാണ് പറയുന്നതാണെങ്കിൽ അപ്പോൾ നെഗറ്റീവ് പറയുന്നവനുമായിട്ട് എന്താവും, പിന്നെ ഓൻ എൻ്റെ നെഗറ്റീവ് പറഞ്ഞ് ഇത്രയും ദിവസം എനിക്ക് അവനോട് വലിയ പ്രശ്നമൊന്നുമില്ല, ഇനി പിന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടുന്ന നേരം എന്ത് ചെയ്യും, ഇവനായിട്ട് കുത്തു. നല്ല രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളിൽ ബിഗ് ബോസ് പൊളിക്കുന്നുണ്ട്. ഒന്ന് അങ്ങനെ ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മളെ മുടിയൻ വരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുകയാണ് കിടുക്കാച്ചി ഒരു ടാസ്ക്, പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് കേട്ടോ. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ മറ്റ് ടീമുകളൊക്കെ ഇങ്ങനെ ഡിവൈഡായിട്ട് നിർത്തിയിട്ട് ഒരു സെൻറ്റൻസ് ഇങ്ങനെ വായിക്കും. ആ സെൻറ്റൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ സമയങ്ങളിൽ നമ്മുടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു വാക്കായിരിക്കും അത്. ആ വാക്ക് ആരോട് എപ്പോൾ പറഞ്ഞു എന്നും ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞു എന്നുള്ളതും പിന്നെ ടീം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ടീം ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു ബസറിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ആരാണോ ഫസ്റ്റ് ബസർ അടിക്കുന്നത് ആ ബസർ അടിക്കുന്ന ടീമിന് പറയാനുള്ള അവസരം കിട്ടും. അത് കിട്ടിയിട്ടില്ല സെക്കൻഡ് അടിക്കുന്ന ടീമിന്, പിന്നെ തേർഡ് അടിക്കുന്ന ടീമിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടും. അതാണ് ടാസ്ക്. ഇതും നല്ല രീതിയിൽ ആളുകളെ തെറ്റിക്കാൻ പറ്റിയൊരു ടാസ്ക്കാണ്. മുടിയൻ വന്നിട്ട് പറയുന്നു, ആരെയായിരിക്കും പറയുക, തീർച്ചയായിട്ടും നമ്മുടെ അൻസിബയെ പറയുന്നു. അൻസിബയെ കൂട്ടുന്നതിൻ്റെ കാരണം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകണം എന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ അൻസിബയും കൂട്ടിയിട്ടാണ് ടൂർ പോവുക എന്ന് പറയുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മുടെ ഡി ജെ മച്ചാൻ വരുന്നു. ഡി ജെ മച്ചാൻ പറയുന്നു, ഞാൻ കൂട്ടിയിട്ട് പോകുന്ന ആൾ ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷിയും കൂട്ടിയിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിളിച്ചടാ, ഇവരല്ല ഇന്നലെ മരണ അടി നടക്കുന്നുണ്ടേ, അപ്പോൾ ഇതെന്ത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചപ്പോൾ നെക്സ്റ്റ് വരുന്നു, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയാണ് പോകുക എന്ന് വെച്ചാൽ, ഞാൻ മുടിയനെയും കൂട്ടിയിട്ട് ജുവൈനൽ ഹോമിലേക്ക് പോകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുടിയൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾക്ക് മുടിയന് ജുവൈനൽ ഹോമിൽ കൊണ്ടുപോയിട്ട് ഒരു നല്ല ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുറേ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ക്ലാസ് കൊടുക്കുമെന്ന് പറയുന്നു. പിന്നെ അതങ്ങനെ അവിടെ തീരുന്നു. അവർ രണ്ടാളത് മാത്രമേ കാണിക്കുന്നുള്ളൂ, അത് അവിടെ തീരുന്നു. അതിനുശേഷം വീണ്ടും ബിഗ് ബോസ് എല്ലാവരോടും ഇവിടെ വന്നിട്ട് ഇറക്കാൻ പറയുന്നു. വിളിക്കുന്നു നമ്മുടെ സീക്രട്ട് മച്ചാനെ വിളിച്ചിട്ട് പറയുന്നു, നിൻ്റെ ലാസ്റ്റ് ചാൻസാണിത്, ഇനി എനിക്കൊരു ചാൻസ് ഉണ്ടാവില്ല. ഈ പുറത്തുള്ള കാര്യങ്ങൾ ഉള്ളിൽ വന്നിട്ട് പറയുന്നത്, ഈ ബിഗ് ബോസ് വീടിൻ്റെ നിയമങ്ങൾക്ക്
എതിരായിട്ടുള്ള കാര്യമാണ്. ഞാൻ സീക്രട്ട് മച്ചാനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സീക്രട്ട് മച്ചാൻ നമ്മുടെ വിമർശനമൊക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ പുറത്തുണ്ടാകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ആളുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കലക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പുലിയായി പോയവൻ അവിടെ എത്തിയപ്പോൾ എലിയായി പോയത് എന്താണെന്നുള്ള കാര്യവും മനസ്സിലായിട്ടില്ല. പിന്നെ സേഫ് സോണ് പിടിച്ചിട്ടാണോ പിന്നെ നമ്മുടെ ഗബ്രിയെയും ജാസ്മിനെയും അവരുടെ കൂട്ടത്തിൽ കൂടി അവരെ ന്യായീകരിച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ള കാര്യം. ഇനി വേറെ എന്തെങ്കിലും ഗെയിം പ്ലാനോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്താണെങ്കിലും സീക്രട്ട് മച്ചാൻ നല്ല രീതിയിൽ എന്തുണ്ട്, പുറത്ത് ഹേറ്റേഴ്സ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കൂടെ കൂടിയത് കൊണ്ടായിരിക്കും എന്ന് എനിക്ക് വിചാരിക്കുന്നത് ഒന്ന്. പിന്നെ പുള്ളിക്കാരൻ അവിടെ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ആകെ ഈ ഒരു സീനിലല്ലാണ്ട് വേറെ ഒരു സീനിലും ഈ സീക്രട്ടിനെ കാണിക്കുന്ന പോലും ഇല്ല. സീക്രട്ട് ഏജൻറ്റ് എന്താണ്, സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സായി കൃഷ്ണ ഇപ്പോൾ എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് സായി കൃഷ്ണക്ക് തന്നെ അറിയില്ല. പുറത്തുള്ള കുറേ കാര്യങ്ങൾ ഉള്ളിലേക്ക് പോയിട്ട് ജാസ്മിനോട് പോയിട്ട് സ്വകാര്യം പറഞ്ഞു കൊടുക്കുക, മറ്റു പലരോടും പറഞ്ഞു കൊടുക്കുക. പുള്ളി എന്ത് ഗെയിം പ്ലാനാണ് കളിക്കുന്നത്, ഇനി ഗെയിം തന്നെയാണോ പുള്ളി കയറിയതിന് ശേഷം കിളിവാറിപ്പോയതാണോ എന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംശയം ഇല്ലാതില്ല. അതിന് ശേഷം ഈ ടാസ്കിന് ലാസ്റ്റ് അപ്സരയോട് ശ്രീതു നല്ല രീതിയിൽ തെറ്റുകയും ചെയ്യുന്നുണ്ട്. ശ്രീതു കരയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ അപ്സര ഏതോ ഒരു സമയത്ത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്തെന്നാ പറയുന്നത്, അവൾക്ക് ഞാൻ ക്യാപ്റ്റനാണ്, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി, ഞാൻ പറയുന്നത് അനുസരിക്കണം, എനിക്ക് ഇങ്ങനെ ഒരാളുടെ ധാർഷ്ട്യത്തോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്ന് ആരോട് എപ്പോൾ പറഞ്ഞതാണ് എന്നാണ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഓരോ ആൾ പറയും, അവസാനം ക്യാപ്റ്റൻ തന്നെ അതിൻ്റെ ഉത്തരം പറയുകയും ചെയ്യും. അങ്ങനെയാണ് ആ ടാസ്കിൻ്റെത്. ചോദ്യം ചോദിച്ചിട്ട് ആർക്കും അറിയില്ലെങ്കിൽ ക്യാപ്റ്റൻ തന്നെ ആ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ക്യാപ്റ്റൻ പറയും അപ്സര ശ്രീധുവിനോട് പറഞ്ഞതാണ്. ഇങ്ങനെ ടാസ്ക് കഴിഞ്ഞ് ശ്രീധു ഈസ് ക്രൈങ്. കാരണം അപ്സരയും ശ്രീധുവും തമ്മിൽ അത്രക്കും നല്ല ആത്മബന്ധമായിരുന്നു. അങ്ങനെ കരയുന്ന സമയത്ത് നമ്മളെ DJ മച്ചാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്സരനോട് പറയും ശ്രീധു ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയിൽ നിന്നൊന്ന് പോയിട്ട് അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അപ്സര വരും. അപ്സര വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രീധു പറയും വിട്ടോ എന്നോട് പറയുമൊന്നും വേണ്ട, എനിക്ക് ഇതിൻ്റെ ഒരു വിശദീകരണം കേൾക്കുകയും വേണ്ട, പോടുന്ന് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് പിന്നെ രണ്ടാമത് വീണ്ടും അപ്സര വരികയും അത് എന്താണ് ഏത് ഇല്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. ശ്രീധുവിന് എന്താണെങ്കിലും പൂർണ്ണമായിട്ടും പഴയതുപോലെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് വിടും. അതിന് ശേഷം നമ്മുടെ ഋഷി മച്ചാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DJ മച്ചാൻ മറ്റേ ടാസ്കിനിടയിൽ പറഞ്ഞിട്ടില്ലേ നമ്മളെ ഇവനെ ഇങ്ങനെ ഇതാക്കാൻ കൊണ്ടുപോകുന്നു, ജുവൈനൽ ഹോമിലേക്ക് കൊണ്ടുപോകണം, ടൂറിന് കൊണ്ടുപോകണം, അത് പറഞ്ഞിട്ട് ലൈറ്റായിട്ടൊന്ന് സീനാക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണത്തിലാണോ അവൻ അങ്ങനെ പറഞ്ഞത്, എന്നോട് DJ മച്ചാൻ അങ്ങനെ പറയാൻ കാരണം എന്താ, കാരണം ഞാനോ പിന്നെ ഈ ആകെ വന്നിട്ട് രണ്ട് ദിവസമാണ് അങ്ങനെ ലൈറ്റിലോ വൈൽഡ് കാർഡ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ അതിന് മാത്രം എന്താ ചെയ്തതെന്നെല്ലാം ചോദിക്കുന്നത്. DJ മച്ചാൻ പറയും ഞാനതിന് ഇവിടുന്ന് മാത്രമല്ല പുറത്തുനിന്നേ ഇത് കണ്ടിട്ടാണ് വരുന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ നല്ല രീതിയിൽ അടിയാകും. അങ്ങനെ അടിയാകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ജാസ്മിൻ വന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും ഇരിക്കുക എന്നൊക്കെ പറയാം. ഇരിക്കുന്നൊക്കെ പറയുന്ന നേരം ആരും അനുസരിക്കുന്നില്ല, എല്ലാവരും ഓരോ രീതിയിൽ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കും. അത് പിന്നെ സെബിന് അത് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് സെബിനോട് എന്തോ ചോദിച്ച പാട് ആ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ജാസ്മിന് വീണ്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവർ സെബിൻ ഇങ്ങനെ വന്നത് നിനക്ക് എൻ്റെ ആൻസറാണോ വേണ്ടത് ഇല്ലെങ്കിൽ നിനക്ക് പറയാണോ വേണ്ടത്, അങ്ങനെയാണെങ്കിൽ നീ ആടുന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിലിങ്ങനെ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പവർ ടീം ഇടപെടുകയാണ് സുഹൃത്തുക്കളെ. പവർ ടീം ഇടപെട്ടിട്ട് പറയും ജാസ്മിനോടും പറയും അവിടെ പോയിട്ടിരിക്കും. ജാസ്മിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീനിൽ അത് കുറച്ച് പിന്നെ ആ പവർ ടീം ഇടപെട്ടത് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമ്മുടെ മുഖത്തു നിന്നുള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. പവർ ടീം വന്നിട്ട് ജാസ്മിനോടൊക്കെ പറയും അവിടെ ഇരിക്കും നമ്മളാക്കാന്നുള്ള വേണ്ടി അവർ ഭയങ്കര സംഭവമായിട്ട് വന്നിട്ട് ഇങ്ങനെ പറയില്ല. അതിൽ അപ്സരേൻ്റെ ആ ഡയലോഗെല്ലാം കേൾക്കുന്നേരം തന്നെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവർ എന്താ പറയുക ബിഗ് ബോസിനേക്കാളും വലിയ ആളുകളായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ തോന്നുന്നതിന് ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ മനസ്സിലാക്കിയ പവർ ടീമിൻ്റെ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പവർ ടീം ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ അൻസിബേൻ്റെ കാര്യം തന്നെ ഉണ്ട്. അൻസിബേനെ വിളിച്ചിട്ട് അൻസിബ അവിടെ വന്നിട്ടില്ല, അൻസിബ് വരൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുകയും ഇതങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുകയല്ല വേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൻസിബ ഇങ്ങനെ ഒരു കാര്യം അനുസരിക്കുന്നില്ല എന്ന് ബിഗ് ബോസിനോട് പറയുകയും ബിഗ് ബോസിനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പവർ ടീമിൻ്റെ കാര്യത്തിൽ പവർ ടീം
ഇപ്പോൾ പറഞ്ഞിട്ട് ഒരാൾ അനുസരിക്കുന്നില്ലെങ്കിൽ പവർ ടീമിന് ഡയറക്റ്റ് ബിഗ് ബോസിനോട് പറയാം. നമ്മൾ പവർ ടീമാണ്, നമ്മളെ പവർ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടും ഇന്ന ആൾ ഇന്ന കാര്യം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബിഗ് ബോസ് ആളോട് പറയുകയും ആൾ കൃത്യമായിട്ട് അനുസരിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. വെറുതെ പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ തന്നെ പോവുക. അവർക്ക് വേറെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് ഇപ്പോൾ പണിഷ്മെൻറ്റ് കൊടുത്തിട്ട് ആ പണിഷ്മെൻറ്റും അവർ എടുക്കുന്നില്ല എന്നൊക്കെ വെക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ശേഷം ജാസ്മിൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ ജാസ്മിന് എന്താ പറയുക, അത് മനസ്സിൽ നല്ല രീതിയിൽ ഇതായിട്ടുണ്ടായിരുന്നു. കാരണം ജാസ്മിൻ പറയുന്നത് ആരും അനുസരിക്കുന്നില്ല, ഞാൻ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകുന്നേരം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കംഫർട്ട് അല്ലാത്തൊരു ഫീലാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചെറിയൊരു ഏരിയയിലുള്ള വീഡിയോ മാത്രം ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുന്ന പോലും ആൾക്കാർക്ക് കംഫർട്ട് അല്ല. മനസ്സിലാവുന്നു? ഞാൻ ക്യാപ്റ്റനാണ്. ഞാൻ പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കുന്നു. ഞാൻ പ്രശ്നം വഷളാവാതിരിക്കാനാണ് പോകുന്നത്. അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് കേൾക്കണ്ടേ? എന്നാലല്ലേ എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റുള്ളൂ. പക്കുമൂലം കേട്ടിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പോയിരിക്കുന്നത് തന്നെ ഡിസ്കംഫർട്ടാണ്. എന്നെ കാണുന്നത് തന്നെ ഡിസ്കംഫർട്ടാണ്. ജാസ്മിൻ എന്ന് പറയുന്നതേ ഡിസ്കംഫർട്ടാണ്. ജാസ്മിനൊരു കാര്യം മനസ്സിലാക്കുക, അവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ഈ നാട്ടിലുള്ള ബിഗ് ബോസ് കാണുന്ന എല്ലാ ആളുകൾക്കും ജാസ്മിൻ എന്ന് പറയുന്നതോ ജാസ്മിനെ കാണുന്നതോ ജാസ്മിൻ ചെയ്യുന്നതോ ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫോർട്ട് തന്നെയാണ് എല്ലാ ആളുകൾക്കും. ജാസ്മിൻ്റെ പ്രവർത്തനം അങ്ങനെ ആയതുകൊണ്ടാണ് ജാസ്മിനെ ആരും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് എല്ലാ ആളുകളും പോയത്. എനിക്ക് പേഴ്സണലി ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ഗെയിമർ ആയിട്ട് ഞാൻ ജാസ്മിനെ കാണുന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമർ എനിക്കിഷ്ടമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയ കാരണങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ കാണിച്ച് കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളും ആണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ ജാസ്മിന് ഹേറ്റേഴ്സ് ആക്കിയിട്ട് മാറ്റിയത്. ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ അനുസരിച്ചിട്ടിരിക്കും ആളുകൾ ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാം. ജാസ്മിനെ ആരും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. ആരും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ, അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ മാത്രമല്ല. അതാദ്യം ജാസ്മിൻ പുറത്തിറങ്ങിയതിന് ശേഷമെങ്കിലും ജാസ്മിൻ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാതിരുന്നത് എന്ന്. എന്തായാലും നല്ല രീതിയിൽ ജാസ്മിന് ഹേർട്ടായിട്ടുണ്ട്. ജാസ്മിൻ ആ സമയത്ത് ഋഷി പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും ആളുകളോടും ജാസ്മിൻ പറഞ്ഞപ്പോൾ ജാസ്മിൻ ആരും കേൾക്കാതിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതും, ഒന്ന് പവർ ടീം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞങ്ങൾ പറയാമെന്നും പറഞ്ഞിട്ട് പറഞ്ഞതും ജാസ്മിന് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് പിന്നെ ഇപ്പം വൈൽഡ് കാർഡിലുള്ള ആളുകളെ പറ്റിയിട്ട് കൂടുതലൊന്നും ആർക്കും അറിയില്ലല്ലോ. അവർ ജസ്റ്റ് അന്നേരം ആളെയും പേരും ചെയ്യുന്ന പ്രവൃത്തിയും പറഞ്ഞിട്ട് മാത്രം പരിചയപ്പെടുത്തിയാണല്ലോ. അതുകൊണ്ട് അവരെ ലൈഫ് സ്റ്റോറി പറയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദനെ വിളിക്കുന്നു. നന്ദന കുറച്ച് ആളുകളെയെങ്കിലും സങ്കടപ്പെടുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടപ്പെടുത്തിയിരുന്നു. പക്ഷെ പല സമയങ്ങളിലും നന്ദന പറയുമ്പോൾ നന്ദന എന്നെ ചിരിക്കുന്നതായിട്ടും കരയുന്നതായിട്ടൊക്കെ, കരയുന്ന സമയത്ത് തന്നെ ആ കരച്ചൽ ഒരു ജെന്യുവൻ അല്ലാത്ത രീതിയിൽ കരയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. കരയുന്ന സമയത്ത് പോലും, അതായത് അത് നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള കരച്ചിലല്ല, ഇവിടെ ഒരു ഫാൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അത് അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലപ്പോൾ അത് എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം, എനിക്കങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പിസോഡ് 32 കുറിച്ചിട്ട് പറയാനുള്ളത്. എന്താണെങ്കിൽ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് പോയ സായ് അതിനുള്ളിലെത്തിയിട്ട് ഒന്നുമല്ലാതായിപ്പോയി എന്നുള്ള രീതിയിലാണ്. പിന്നെ സായിയെ ബിഗ് ബോസ് 2 തവണ വാൺ ചെയ്തു. നമ്മുടെ ജാസ്മിനെ മുന്നേ മൈക്കിടാത്തതിനൊക്കെ വാൺ ചെയ്തതിനൊക്കെ സായി പുറത്തുനിന്ന് ഘോരം പ്രസംഗിച്ചതും പ്രതികരിച്ചൊക്കെ ആളാണ് കേട്ടോ. എന്നാൽ അങ്ങനത്തെ ആളാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ സായിയോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം തോന്നുന്നുണ്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡ് 32 കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.